കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പദാർത്ഥങ്ങളെക്കുറിച്ചും വാതകങ്ങളുടെ അത്ഭുതകരമായ സ്വഭാവങ്ങളെക്കുറിച്ചും ആഴത്തിൽ പഠിക്കാൻ പോകുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹീലിയം ബലൂണിന്റെ കഥ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഹീലിയം നിറച്ച ബലൂൺ മുകളിലേക്ക് പറന്നുയരുന്നത്? ഇതിനു പിന്നിലെ രഹസ്യം സാന്ദ്രതയാണ്. സാധാരണ അന്തരീക്ഷവായുവിനേക്കാൾ സാന്ദ്രത കുറവാണ് ഹീലിയം വാതകത്തിന്. അതുകൊണ്ടാണ് അത് എളുപ്പത്തിൽ ഉയർന്നു പോകുന്നത്. ഈ ഹീലിയം ബലൂണിന്റെ കാര്യം മാത്രമല്ല, നിങ്ങൾ അക്വേറിയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഉയർന്നുവരുന്ന വായുകുമിളകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് മുകളിലേക്ക് വരുന്തോറും വലിപ്പം കൂടുന്നത് കാണാം. ഇതിനു പിന്നിലും വാതകങ്ങളുടെ സ്വഭാവങ്ങളുണ്ട്. പദാർത്ഥങ്ങളുടെ അവസ്ഥകൾ. നമുക്കു ചുറ്റുമുള്ള എല്ലാ പദാർത്ഥങ്ങളെയും അവയുടെ ഭൗതികാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ മൂന്നായി തിരിക്കാം: ഖരം, ദ്രാവകം, വാതകം. ഖരം തന്മാത്രകൾ വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്, അതിനാൽ അവയ്ക്ക് ഒരു നിശ്ചിത ആകൃതിയും വ്യാപ്തവുമുണ്ട്. ദ്രാവകം തന്മാത്രകൾ ഖരാവസ്ഥയെ അപേക്ഷിച്ച് അല്പം അകലത്തിലാണ്, അതുകൊണ്ട് അവയ്ക്ക് നിശ്ചിത ആകൃതിയില്ല, എന്നാൽ നിശ്ചിത വ്യാപ്തവുണ്ട്. ഏതു പാത്രത്തിലാണോ വയ്ക്കുന്നത് ആ പാത്രത്തിന്റെ ആകൃതി സ്വീകരിക്കുന്നു. വാതകം തന്മാത്രകൾ തമ്മിൽ വളരെ വലിയ അകലമുണ്ട്, അവയ്ക്കൊരു നിശ്ചിത ആകൃതിയോ വ്യാപ്തമോ ഇല്ല, അവ ഉൾക്കൊള്ളുന്ന പാത്രത്തിന്റെ മുഴുവൻ ഭാഗത്തേക്കും വ്യാപിക്കുന്നു. വാതക തന്മാത്രകൾക്ക് ചലന സ്വാതന്ത്ര്യം കൂടുതലാണ്, അവ എല്ലാ ദിശകളിലേക്കും നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കും. വാതകങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളെ കൈനറ്റിക് മോളിക്യുലർ തിയറി ഓഫ് ഗ്യാസസ് എന്നാണ് വിളിക്കുന്നത്. ഈ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ വാതക തന്മാത്രകൾക്ക് ആകർഷണബലം വളരെ കുറവാണ്. അവയുടെ കൂട്ടിമുട്ടലുകൾ ഇലാസ്തികമാണ്, അതായത് കൂട്ടിമുട്ടലിന് ശേഷവും അവയുടെ ആകെ ഗതികോർജ്ജം തുല്യമായിരിക്കും. വാതകങ്ങളുടെ അളന്നു തിട്ടപ്പെടുത്താവുന്ന സ്വഭാവങ്ങൾ. വാതകങ്ങളുടെ സ്വഭാവങ്ങളെ നമുക്ക് പ്രധാനമായും 3 ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തി അളക്കാൻ കഴിയും: വ്യാപ്തം, മർദ്ദം, താപനില. വ്യാപ്തം ഒരു പദാർത്ഥത്തിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലമാണ് അതിന്റെ വ്യാപ്തം. വാതകത്തിന്റെ വ്യാപ്തം എന്നത് അത് സ്ഥിതി ചെയ്യുന്ന പാത്രത്തിന്റെ വ്യാപ്തമാണ്. ഉദാഹരണത്തിന്, 1 ലിറ്റർ ഓക്സിജൻ വാതകം 2 ലിറ്റർ കുപ്പിയിലേക്ക് മാറ്റിയാൽ അതിന്റെ വ്യാപ്തം 2 ലിറ്ററായി മാറും. സാധാരണ ലിറ്ററാണ് വ്യാപ്തത്തിന്റെ യൂണിറ്റായി ഉപയോഗിക്കുന്നത്. വ്യാപ്തത്തിന്റെ SI യൂണിറ്റ് m³ ആണ്. മർദ്ദം അളക്കാൻ മാനോമീറ്റർ എന്ന ഉപകരണം ഉപയോഗിക്കുന്നു. മർദ്ദത്തിന്റെ SI യൂണിറ്റ് പാസ്കലാണ്. താപനില വാതകത്തിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജ്ജമാണ് അതിന്റെ താപനിലയ്ക്ക് നേരനുപാതത്തിൽ. വാതകങ്ങളെ ചൂടാക്കുമ്പോൾ തന്മാത്രകളുടെ ഊർജ്ജം കൂടുകയും അതിനാൽ താപനില വർദ്ധിക്കുകയും ചെയ്യുന്നു. താപനിലയുടെ SI യൂണിറ്റ് കെൽവിനാണ്. സെൽസിയസിനെ കെൽവിനിലേക്ക് മാറ്റാൻ 273 കൂട്ടിയാൽ മതി. കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്.